അച്ഛനും ആളും തമ്മിലുള്ള ഒരു ക്യാഷ് ഇടപാടില് ആൾ എന്നെ വലിച്ചു, ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛനോട് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആളെ കല്യാണം കഴിക്കാവുന്ന ആളുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്തോ ആ പേരും പറഞ്ഞ് ഞാൻ പുള്ളിയുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടില്ല. ഒരു ഇഷ്ടമാണെന്നൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ എന്നോട് ആള് എല്ലാം പോട്ടെ, അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ആര്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. സീരിയൽ താരം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആര്യ അനിൽ എന്ന് പറയുന്ന പെൺകുട്ടി ഒരാളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 35 ലക്ഷം രൂപയൊക്കെ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ആര്യ പ്രോപ്പറായിട്ട് തന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര്യയുടെ ഒരു വോയിസ് നോട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആര്യ പറയുന്നുണ്ട്. മറ്റേ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വേണമെങ്കിൽ ഒരു ബ്രീഫ് ഞാൻ തരാം. ഒരു 2017 കാലഘട്ടത്തിൽ ഇവരൊരു ലോൺ എടുക്കാൻ പോവുകയും ആ ലോൺ എടുക്കാൻ ചെന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുകയും അയാളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അയാളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു വീഡിയോയിൽ ആര്യ ഒരു പോസ്റ്റിട്ട് കാര്യം പറഞ്ഞു. ആ പോസ്റ്റില് ഇയാളെ അറിയാം, ഇയാൾക്ക് അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് ആര്യ പറഞ്ഞു എന്ന് ഞാൻ അതിൽ എടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതിലുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ ആര്യയുടെ ഈ പുറത്തു വന്നിരിക്കുന്ന വോയിസ് നോട്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും ആ വോയിസ് നമുക്കൊന്ന് കേട്ടുവരാം. അച്ഛനും ആളും തമ്മിലുള്ള ഒരു ക്യാഷ് ഇടപാടില് ആൾ എന്നെ വലിച്ചു, ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛനോട് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആളെ കല്യാണം കഴിക്കാവുന്ന ആളുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്തോ ആ പേരും പറഞ്ഞ് ഞാൻ പുള്ളിയുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ വീട് മാറി പുതിയ വീട് വെക്കാന്നുള്ളൊരു സംഭവം നടക്കുമായിരുന്നു. അപ്പൊ നമ്മള് ഒരു ലോൺ എടുത്തു, ഹോം ലോണ്. ഈ പുള്ളി ആ സമയത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾ എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ അച്ഛനുമായിട്ട് ആ ബാങ്കിൽ പോയി ആ ലോണൊക്കെ റെഡിയാക്കാനായിട്ട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ആളുമായിട്ട് ആ സമയത്തും ഒരു തരത്തിലും ഞാൻ ആളടുത്ത് ഒത്തിരി പോലും സംസാരിക്കത്തില്ല. ഞാൻ കല്യാണം കഴിക്കാൻ വാഗ്ദാനം നൽകി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഞാൻ ആൾക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നോ അല്ലെങ്കിൽ ഞാനും പുള്ളിയും കൂടെ ചേർന്ന് ഒരു ഫോട്ടോയോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ്. എനിക്ക് ആളെ ഇഷ്ടമല്ലായിരുന്നു. ആൾക്ക് 40 വയസ്സുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ പുള്ളി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ ഞങ്ങളടുത്ത് വയസ്സ് വരെ കള്ളത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോ ആളുടെ വയസ്സ് കൊണ്ടൊന്നും ചെയ്യാനില്ല. എന്നാലും നമ്മളടുത്ത് പറഞ്ഞിരുന്ന ഏജ് 27 ആ ഒരു റേഞ്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്ക് 40 വയസ്സുണ്ടെന്നുള്ളത്. ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ചേട്ടാ എന്റെ വീട് പണിയുടെ കാര്യത്തിന് ഈ ആധാരം ഒന്ന് തരുമോ, നമുക്കൊന്ന് വെച്ചിട്ട് ഒരു 2 ആഴ്ചത്തെ റോളിംഗ് ആണ്, ഇത് കഴിയുമ്പോഴേക്കും തിരിച്ചെടുത്ത് തരാന്ന്. അച്ഛൻ ഞങ്ങളോട് പോലും സംസാരിക്കാതെ, എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാൻ അന്ന് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. എന്റെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് പോലും ചോദിക്കാതെ ആധാരം എടുത്ത് കൊടുത്തു. അതായത് അച്ഛൻ അദ്ദേഹത്തിനോടുള്ള അത്രയും വിശ്വാസം കൊണ്ടാണ്. അല്ലാതെ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഈ പറഞ്ഞിട്ടൊക്കെ എന്തോ റിലേഷൻ ഉണ്ടെന്ന് പുള്ളി പറയുന്നു. അങ്ങനെയുള്ളൊരു കാര്യം വെച്ചിട്ടല്ല ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആരുടെ ഈ വോയിസിൽ നിന്ന് എനിക്ക് വ്യക്തമായ ഒരു കാര്യം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞു ഉറപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല. തന്റെ അച്ഛനുമായിട്ടാണ് അയാൾക്ക് ഫിനാൻഷ്യൽ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ അയാൾ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിച്ചെടുത്തു എന്നൊക്കെയുള്ള രീതിയിലാണ് ആര്യയുടെ ഈ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വീട് പണിയുടെ ഭാഗമായിട്ട് അയാൾ പൈസ കൊടുത്ത കാര്യമൊക്കെ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് ആര്യ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. കുറെ നാളുകൾക്ക് ശേഷം ഒരു ജൂൺ മാസം അദ്ദേഹം പറഞ്ഞ്, ചേട്ടാ നിങ്ങളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് 6 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്തും ഞാൻ അദ്ദേഹത്തിന് ഒരു ഇഷ്ടമാണെന്നൊരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ എന്നോട് എല്ലാം പോട്ടെ, അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ആര്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആര്യയോട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്തേട്ടന്റെ കല്യാണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കണം, നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഒരുമിച്ച് പോകണം എല്ലാവർക്കും കൂടി എന്നൊക്കെ. ആ ഒരു സമയത്തെങ്കിലും എനിക്ക് ആര്യനെയാണ് കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ആ സ്പോട്ടിൽ ഞാൻ ആളുടെ മുഖത്ത് നോക്കി പറഞ്ഞേനെ, രഞ്ജിത്തേട്ടൻ നിങ്ങളെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത്. ഒരിക്കൽ പോലും ആൾ എന്റെ അടുത്ത് അത് സംസാരിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞിട്ടും നമ്മളടുത്ത് ഒന്നും പിന്നെ പറഞ്ഞൊന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്, ഐ മീൻ ഒരു കട്ടാ ബുക്ക് പോലെ ഒരു സാധനത്തിന്റെ അകത്ത് പുള്ളി എല്ലാം കൂടെ ഒന്ന് ടോട്ടൽ ചെയ്തിട്ട് ഒരു PDF ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ നോക്കിയപ്പം 12 ലക്ഷം രൂപയാണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പോയ ആള് പിന്നെ അത് ഡബിൾ ആയി 12 ലക്ഷം രൂപയായി. അങ്ങനെ വന്നപ്പോഴേക്കും അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ, മോളെ ഇത് ഇങ്ങനെ 12 ലക്ഷം എന്നാ പറയുന്നതെന്ന് കൊടുത്തത്. അന്ന് മുതലേ അച്ഛൻ ടെൻസ്ഡ് ആയി. നമ്മുടെ ആധാരവും ഇല്ല, 12 ലക്ഷം രൂപയെന്നും പറയുന്നു. ആ സമയത്ത് പുള്ളി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, മോളെ എനിക്ക് കെട്ടിച്ചെന്നാ മതിയെന്ന്. അച്ഛൻ എന്റെ അടുത്ത് വന്നത് പറഞ്ഞു, മോളെ ഇങ്ങനെയാണ് പുള്ളി പറയണം,
അന്ന് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഞാൻ തല പൊട്ടി ഹോസ്പിറ്റലിലൊക്കെ ആയി. എനിക്ക് ആകെ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ചേട്ടനെ പോലെ ഞാൻ ചേട്ടനായിട്ട് ആളെ കണ്ടിട്ടുള്ളത് ആൾക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആൾ എന്റെ അടുത്ത് മുന്നെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞേനെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, എനിക്ക് ആളെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും. ഈ ഒരു ഭാഗത്ത് ആര്യ പറഞ്ഞു വെക്കുന്നത് തന്റെ അച്ഛനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കടമുള്ള ആളാക്കി തീർത്തതിന് ശേഷം അങ്ങനെ ആ കടം ഒന്നും വിഷയമാക്കേണ്ട, അതൊക്കെ ഞാൻ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള ആവശ്യം അച്ഛനോട് പറയുന്നു. അത് അച്ഛൻ വീട്ടിൽ വന്ന് പറയുന്നു അതൊക്കെ പ്രശ്നമായി എന്നൊക്കെയാണ് ആര്യ പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമല്ല, തന്റെ അച്ഛനെ ചതിച്ച് തന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു നീക്കം ഇദ്ദേഹം നടത്തിയിരുന്നു എന്നൊക്കെയാണ് ആര്യ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതേ ആര്യ തന്നെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല, കേസ് കൊടുത്തപ്പോഴാണ് ഇത് അറിയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ രണ്ട് വശവും നമുക്ക് കേൾക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് വശവും കേട്ടു. ഇതിൽ കഴിഞ്ഞ ദിവസം ആ വ്യക്തി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്നു, പോയി കണ്ടിട്ട് വരിക. എന്നാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇവർ രണ്ടുപേരും പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, കേസ് തെളിയുക തന്നെ വേണം. ഈ ഒരു വ്യക്തി റോങ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് ആര്യയുടെ പേരിൽ ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ കിട്ടണം. മറിച്ച് ആര്യ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ശരിക്കും അയാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അതും പുറത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും രണ്ടുപേരുടെ ഭാഗം നമ്മൾ കേട്ടു. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.